ഗവർണറുടെ നയപ്രഖ്യാപനം അംഗീകരിക്കാനുള്ള പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന്. ഗവർണറുടെ നയപ്രഖ്യാപനം വെള്ളിയാഴ്ച. രത്തൻ കേൽക്കറുടെ നിയമനം, IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം എന്നിവയിലെ തർക്കം മന്ത്രിമാർ ഉന്നയിച്ചേക്കും. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയും ചർച്ചയാകും. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ പോലീസുകാർക്കെതിരെ ഇന്ന് നടപടിയുണ്ടായേക്കും. പ്രതികൾ ഗുരുതര ചട്ടലംഘനം നടത്തിയെന്ന് SIT കണ്ടെത്തൽ. വകുപ്പുതല നടപടി ശുപാർശ ചെയ്തുള്ള റിപ്പോർട്ട് ഉടൻ നൽകും. പ്രതികളെ സസ്പെൻഡ് ചെയ്യാൻ സാധ്യത. വിജിലൻസ് ആസ്ഥാനത്ത് ആഭ്യന്തരമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന്. പോലീസ് ഉപദേഷ്ടാവ് ഹേമചന്ദ്രൻ, വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. യോഗം മുൻമന്ത്രി റോഷി അഗസ്റ്റിനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ പ്രൊജക്ട് സീറോ പദ്ധതിയെ യോഗത്തിൽ ചർച്ചയാകും. സംസ്ഥാനത്ത് കാലവർഷം നാളെയോടെ ഇന്നും ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. തീരമലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കനത്ത മഴയിൽ കോഴിക്കോട് കുന്നമംഗലത്ത് വ്യാപക കൃഷിനാശം. കുറ്റ്യാട്ട് വയലിലെ 7 ഏക്കർ നെൽകൃഷി നശിച്ചു. വിളവെടുപ്പിന് പാകമായ നെല്ലാണ് മഴയിൽ വെള്ളത്തിലായത്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമെന്ന് കർഷകർ. സംസ്ഥാനത്ത് +1 ക്ലാസുകളിലേക്കുള്ള പ്രവേശന നടപടികൾ ഇന്ന് ആരംഭിക്കും. ഏകജാലക സംവിധാനം വഴി ഓൺലൈനായി അപേക്ഷിക്കാം. 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം നാളെ. പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ഫലം പ്രഖ്യാപിക്കും. അട്ടപ്പാടി മധു വധക്കേസിലെ അപ്പീലുകളിൽ ഹൈക്കോടതി വിധി ഇന്ന്. ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികളും ശിക്ഷ കൂട്ടണമെന്നാവശ്യപ്പെട്ട് മധുവിന്റെ അമ്മയും നൽകിയ അപ്പീലുകൾ പരിഗണിക്കും. കേസിലെ 16 പ്രതികളെയും ഹാജരാകാൻ കോടതി നിർദ്ദേശം. IPL പ്ലേ ഓഫ് പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ ക്വാളിഫയറിൽ ബംഗളൂരു ഗുജറാത്തിനെ നേരിടും. എലിമിനേറ്ററിൽ ഹൈദരാബാദിന്റെ എതിരാളികൾ രാജസ്ഥാൻ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തരം താഴ്ത്തൽ ഭീഷണിയിൽ നിന്നും രക്ഷപ്പെട്ട് ടോട്ടനം. നിർണായക മത്സരത്തിൽ എവർട്ടനെ തോൽപ്പിച്ചു. ടോട്ടനത്തിന്റെ ജയം എതിരില്ലാത്ത 1 ഗോളിന്. ആഴ്സണലിനും യുണൈറ്റഡിനും ജയം.